നമ്മുടെ ചാനലുകളിൽ പലപ്പോഴും നിങ്ങൾക്കറിയാം അതിവൈകാരികമായിട്ടുള്ള ഉദ്യോഗം ജനിപ്പിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലുകളും തന്നെ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഷിരൂർ അപകടമുണ്ടായപ്പോൾ തന്നെ നമ്മുടെ ചാനലുകൾ, അതായത് മറ്റ് നാഷണൽ ചാനലുകളോ കർണാടകത്തിലെ ചാനലുകളോ ഒന്നും കൊടുത്തില്ല. പക്ഷേ നമ്മുടെ ചാനലുകൾ ചെന്ന് ഒരു 7 ദിവസത്തെ ഒരു വലിയ വൈകാരിക പ്രകടനങ്ങളൊക്കെ നടത്തുകയും അവിടെ കണ്ടിട്ടുള്ള ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് ആ പട്ടി ഏതെങ്കിലും നല്ല കുടുംബത്തിൽ ജനിച്ചതായിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള അവനിപ്പോൾ ആ ഉറ്റവരെ തേടിയുടെ അലയുകയായിരിക്കാം, അവൻ ഒറ്റപ്പെട്ടു പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു വൈകാരികമായി കണക്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ പലപ്പോഴും ഈ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ആളുകൾ എത്ര പേര് ലൈവായി നമ്മളെ കാണുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ യൂട്യൂബിൽ ലൈവ് കാണുന്നവരുടെയൊക്കെ നമ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ ബോട്ടൊക്കെ ഇറക്കി പലപ്പോഴും ഇത് വ്യാജമായിട്ടൊക്കെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഏരിയ, മത്സരത്തിൻ്റെ ഏരിയ ആയതുകൊണ്ടിട്ട് പലപ്പോഴും എണ്ണത്തിൽ പോലും ഈ പല തെറ്റായ കണക്കുകളൊക്കെ തന്നെ പല മാധ്യമങ്ങളും ഈ ഇലക്ഷൻ ഡേയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഡേയിലൊക്കെ തന്നെ നൽകാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ തവണയൊക്കെ പിന്നെ അത് കുറച്ചുകൂടി കുറയുകയും ഏതാണ്ടൊക്കെ തന്നെ കറക്റ്റായി മാറുകയും ചെയ്തു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പോലും ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് വലിയ ഒരു ചോദ്യമാക്കി ഉയർത്തിക്കൊണ്ട് ആ മുഖ്യമന്ത്രി റേസ് നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഉദ്യോഗം ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെ മുമ്പിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവർ പലപ്പോഴും പല അസംബന്ധമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ വാർത്തയാണ് എന്നെ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ആ വാർത്തയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചാനലിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് ലെവൽ 1 എന്ന് പറയുന്നത് 179 രൂപയാണ്, ലെവൽ 2 359 രൂപയാണ്, ലെവൽ 3 എന്ന് പറയുന്നത് 799 രൂപയാണ്. അപ്പോൾ അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ കുറച്ച് വീഡിയോകൾ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മന്ത്ലി ഉള്ള ഒരു സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. ഇതല്ല നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, ഒരൊറ്റ തവണത്തേക്ക് മാത്രം സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളോടൊന്ന് അറിയിക്കട്ടെ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി. അല്ലാത്തവർ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോകൾ മുഴുവനായും കണ്ടുകൊണ്ടും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇനി ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള വാർത്ത അത് ന്യൂസ് 18 ന്യൂസ് 18 എപ്പോഴും റേറ്റിങ്ങിൽ ഒരുപാട് താഴെ നിൽക്കുന്നൊരു ചാനലാണ്. അപ്പോൾ ന്യൂസ് 18 മിക്കവാറും തന്നെ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പല വാർത്തകളൊക്കെ തന്നെ അവർ കൊടുക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതായത് അവർ ഈ പറയുന്ന പല താല്പര്യങ്ങളും അതിനകത്തുണ്ട്. അമ്പാനിയുടെ ഒക്കെ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പല വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ അതിനകത്ത് നടത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ന്യൂസ് 18 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ വലിയ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് KC വേണുഗോപാലിനാണെന്നാണ് നമ്മൾ കേട്ടിരുന്നത്. അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്ത കൊടുത്തിട്ടുള്ളത്. ആ വാർത്തയിൽ അവർ പറയുന്നത് സതീശനാണ് 32 പേരുടെ പിന്തുണയുള്ളത് പാർലമെൻ്ററി പാർട്ടിയിൽ. കൂടാതെ 22 പേരുടെ പിന്തുണ KC വേണുഗോപാലിന് 22 പേരുടെ പിന്തുണയുള്ളൂ എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിന് ഉള്ളതിനേക്കാൾ കൂടുതൽ 10 പേരുടെ പിന്തുണ കൂടുതലുള്ളത് VD സതീശനാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രമേശ് ചെന്നിത്തലക്ക് എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ 32ഉം 22ഉം എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് 54 പേരായി. അപ്പോൾ ബാക്കിയുള്ളതാകെ 63 പേരാണ്, 9 പേര്. ഇനി എന്താണ് ഒരു തീരുമാനം എടുത്തേക്കുന്നത് എന്നുള്ളതൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അതിൽ കുറേ പേര് ഹൈക്കമാൻഡ് പറയാമെന്ന് തോന്നി കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ മാത്രമേ രമേശ് ചെന്നിത്തലക്ക് പിന്തുണയുള്ളൂ എന്നൊക്കെയുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഈ വാർത്തകളൊക്കെ തന്നെ അങ്ങേയറ്റം അസംബന്ധമാണ് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ വാർത്ത ചെയ്യുക. ഒന്ന്, പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു താല്പര്യങ്ങൾ കൊണ്ട് അവരുടേതായിട്ടുള്ള അജണ്ടകൾ കൊണ്ടിട്ട് അവരുടേതായിട്ടുള്ള ആളുകളെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി വാർത്ത ചെയ്യുകയാണ്. അതിപ്പോൾ മീഡിയ 1 ഏഷ്യാനെറ്റും ഒക്കെ സതീശന് വേണ്ടി വലിയ തോതിൽ വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ 1 ഒക്കെ പറയുന്നത് സതീശന് വേണ്ടിയിട്ടുള്ള ജനവികാരം പതഞ്ഞു പൊങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ സതീശനാക്കിയില്ലെങ്കിൽ ഇവിടെ കേരളം കത്തും എന്നുള്ളതിലൊക്കെയുള്ള വാർത്തകളൊക്കെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റും ഏതാണ്ട് അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മീഡിയ 1 അത്രയും തീവ്രമായിട്ട് അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒന്നുകിൽ താല്പര്യത്തിൻ്റെ പുറത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പലപ്പോഴും പല PR ഏജൻസികളും ഇൻഫ്ലുവൻസ് ചെയ്യുകയും പെയ്ഡ് ന്യൂസുകളും ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അത് 2 തരത്തിൽ കൊടുക്കാറുണ്ട്. ഒന്ന് ചാനലിനെ സ്വാധീനിച്ച് കൊടുക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതാത് റിപ്പോർട്ടർമാരെ സ്വാധീനിച്ചുകൊണ്ടുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പക്ഷേ ന്യൂസ് 18 ചെയ്യുന്നത് ഇത് ഒന്നും ആയിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വ്യത്യസ്തമായ വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു ശ്രദ്ധ ഉണ്ടാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനലുകളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ
ഒരു ഇത്തരത്തിൽ മാറി മാറി ഓരോരുത്തർക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ആകാംക്ഷയും ജിജ്ഞാസയും ഒക്കെ ഉണർത്തുകയും കുറേ കൂടി ആളുകളുടെ വ്യൂവർഷിപ്പ് പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്യുമെന്നാണ്. അത്തരത്തിൽ വ്യൂവർഷിപ്പ് പിടിച്ചു നിർത്താൻ കഴിയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തക്കിട തരികിട വാർത്തകളൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് യാതൊരുവിധ സത്യവുമില്ല. ഏതാണ്ട് 43-ലധികം പേർ കൃത്യമായി തന്നെ കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവരാണ്. അതിൽ ഒരു 5, 6, 7 പേരോടക്കം വീണ്ടും നിങ്ങൾ അറിയേണ്ടത് ഹൈക്കമാൻഡ് പറഞ്ഞാൽ കേൾക്കാം എന്ന് പറഞ്ഞവരുണ്ട്, എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈക്വലായി പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ 63-ൽ ഏതാണ്ട് 50ഓളം പേരും വലിയ മെജോറിറ്റിയും കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് വാസ്തവം. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ രമേശ് ചെന്നിത്തലയും അതുപോലെ ചുരുക്കം ചില ആളുകൾ മാത്രമേ വി.ഡി. സതീശനെയും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത്തരം വാർത്തകളുടെ ഒന്നും പുറകെ നിങ്ങൾ പോകരുത്. വെറുതെ ഒരു താല്പര്യത്തിന് വേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമവും കൂടാതെ നിങ്ങളുടെ ജിജ്ഞാസയും ആകാംക്ഷയും ഒക്കെ പിടിച്ചു നിർത്തിയാൽ ഉണ്ടാകാവുന്ന വ്യൂവർഷിപ്പിനും വേണ്ടി മാത്രമാണ് ഈ തരികിട തട്ടിപ്പ് വാർത്തകളൊക്കെ തന്നെ കൊടുക്കുന്നത്. ഇത് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അറിയിക്കട്ടെ. ഈ വാർത്ത കണ്ടിട്ട് ഇത് പറയാതിരിക്കാൻ തോന്നാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്.